ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് മുറ്റത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുക്കുട്ടൻ ഇവിടെ ഓസും കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പടിഞ്ഞാറോസം നനയ്ക്കാണ്. അതേസമയം ഞാൻ നമ്മുടെ കിഴക്കൊസം നനയ്ക്കാൻ വേണ്ടി വന്നേക്കുന്നു കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. രാവിലെ നനച്ചതിൻ്റെ കുറച്ച് ബാക്കി വെള്ളം അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല വീട്ടിലത്തെ വാട്ടർ ടാങ്കൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് നമ്മുടെ വെള്ളത്തിന് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വെറ്റക്കൊടിയാണ് കേട്ടോ നനയ്ക്കേണ്ടത്. വെറ്റക്കൊടി നമ്മുടെ ഒരു പോട്ടിലാണ് നട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വേണം. റീപോർട്ടിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ഈ സമയം വാടി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സമയം ഏകദേശം ഒരു 2-2.5 കപ്പ് എടുത്ത് വെള്ളം ഒഴിക്കാൻ കേട്ടോ. അടുത്തായിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയ്ഡിലിരിക്കുന്ന വയമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ സംഭവം ഞാൻ മറിച്ച് കളഞ്ഞിട്ട് അങ്ങ് വെക്കാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി ആയി കഴിയുമ്പോൾ ഒരു വൃത്തികെട്ട ഒരു സാധനം വന്ന് നമ്മുടെ ചെവിക്കകത്ത് കയറിയിരുന്ന് ഒച്ചയിടാൻ തുടങ്ങും. വേറെ ഒന്നുമില്ല, തവളയാണ് കേട്ടോ. എനിക്ക് അതിലും വേറെ കലിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഒരു പുള്ളി വന്ന് നൈസായിട്ട് നമ്മുടെ കയ്യിലിരുന്ന് ബ്ലഡ് കുടിക്കണം കേട്ടോ. ഞാൻ കൈ അനക്കിയിട്ടൊന്നും സംഭവം പോകുന്നില്ല. പിന്നെ നമ്മുടെ വേറെ ഒന്നും നോക്കിയിട്ട് ഒരു ഒറ്റയായി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കില്ല. കൂട്ടം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കിഴക്കുവശത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ അവിടുത്തെ ഭാഗത്ത് പ്ലാന്റൊക്കെ നനച്ചിട്ടുണ്ട്. നമ്മുടെ കുളത്തിലെ വെള്ളം കുറഞ്ഞപ്പം നമ്മുടെ സ്നെയിലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. സംഭവത്തെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുളത്തിലെ ഗപ്പിക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താമരക്കുളത്ത് ഞാൻ 2-3 ഗപ്പികളെ പിടിച്ചിട്ടായിരുന്നു കൊതുക് വരാണ്ട്. അപ്പോൾ സംഭവങ്ങൾ അതിനകത്ത് കിടന്ന് ബ്രീഡായി അത്യാവശ്യം ഒരു 10-20 കുഞ്ഞുങ്ങളെടുത്ത് കാണുമായിരിക്കും. സംഭവമായി വന്നിട്ടുണ്ടേ. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാൻ കേട്ടോ. ഞാൻ ഈ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ കൈക്കകത്തോടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണാം. താമരയുടെ ഇല ഇങ്ങനെ കീറിയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പം കഴിഞ്ഞ സദ്യ വലിയ മഴയത്ത് അതിൻ്റെ ലീഫയിലോട്ട് വന്ന് ഒരുപാട് വെള്ളം അടിച്ചായിരുന്നു കേട്ടോ. ഡയറക്റ്റായിട്ട് വെള്ളം വന്ന് വീടുകൊണ്ടാണ് സംഭവം കീറി പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്.